പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണല്ലേ? കർത്താവായ യേശു ഈ ലോകത്ത് പിറന്നത് ഓർക്കുന്നയൊരു ദിവസമാണ് ഇന്ന്. ലോകമെങ്ങും എല്ലാ രാജ്യങ്ങളിലും എല്ലാത്തരം ജനങ്ങളും എല്ലാ ഭാഷ സംസാരിക്കുന്നവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്നൊരു ഉത്സവമാണ് ക്രിസ്മസ്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അദൃശ്യനായ ദൈവം, മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ദൈവം മനുഷ്യനായി പിറന്ന ഒരു ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന്. ദൈവം ലോകത്തിന്റെ മധ്യഭാഗത്തുള്ള ഈ ബെത്ലഹേം എന്ന ചെറിയ സ്ഥലത്താണ് യേശു അവതരിച്ചത്. ഇതാണ് ബെത്ലഹേം, നമ്മളിപ്പോൾ ഉള്ള സ്ഥലം. ഈ നാട്ടിലാണ് യേശുക്രിസ്തു അവതരിച്ചത്. ദാവീദിന്റെ നാട്. ദാവീദ് ജനിച്ചു വളർന്നതും ഇതേ നാട്ടിലാണ്. യേശുക്രിസ്തുവും ഇതേ നാട്ടിലാണ് അവതരിച്ചത്. അതുകൊണ്ടാണ് ബെത്ലഹേമിൽ പിറന്നവനെ സ്തോത്രത്തോടെ സ്തുതിക്കാമെന്ന് ലോകം മുഴുവനും യേശുവിനെ സ്തുതിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് നാം പാടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ ദിവസം ദൈവം നിങ്ങൾക്ക് തരുന്ന വാക്യം എന്താണെന്നറിയാമോ? ലൂക്കോസ് 2-ാം അധ്യായം 11-ാം വാക്യം. ഇന്ന് ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി യേശു പിറന്നിരിക്കുന്നു. നിങ്ങൾക്കായി യേശു പിറന്നിരിക്കുന്നു. ഇതാണ് സുവാർത്ത. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഒരു ദേവാലയം കാണുന്നില്ലേ? ഈ സ്ഥലം ആട്ടിടയന്മാർ ആട്ടിൻകൂട്ടത്തെ മേച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. വേദപുസ്തകത്തിൽ പറയുന്നു, യേശു ജനിച്ച ഉടനെ ആ രാത്രി മേച്ചിൽപ്പുറത്ത് പുൽത്തകിടിയിൽ ആട്ടിൻകൂട്ടത്തെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാരെയാണ് ആദ്യമായി സുവാർത്ത അറിയിച്ചത്. ദൈവദൂതൻ അവിടെ പ്രത്യക്ഷമാകുന്നു. വലിയ ഒരു വെളിച്ചം കാണുന്നു. അവര് ഭയന്ന് വിറച്ച് എന്താണിത് എന്ന് നോക്കിയപ്പോൾ ദൂതൻ സുവാർത്ത അറിയിക്കുന്നു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും സന്തോഷമുണ്ടാക്കുന്ന ഒരു സുവാർത്ത ഞാൻ സ്വർഗലോകത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. സകല ജനങ്ങൾക്കും സന്തോഷമുണ്ടാക്കുന്ന സുവാർത്ത. കണ്ടോ, ആ വാർത്ത പ്രകാരമാണ് ഇന്ന് ക്രിസ്മസ് ഉത്സവത്തിൽ അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യയിലും എല്ലാ നാടുകളിലും ഭൂമിയിലെങ്ങും ലോകം മുഴുവനുമുള്ള ജനങ്ങൾ സന്തോഷത്തോടെയും ഉല്ലാസത്തോടെയും ആശംസകൾ അറിയിച്ച് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതാണ് ദൈവദൂതന്മാരും പറഞ്ഞത്, സകല ജനത്തിനും സന്തോഷമുണ്ടാക്കുന്ന ഒരു സുവാർത്ത. എന്താണ് ആ വാർത്ത? നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭയപ്പെടേണ്ട. ഭയപ്പെടുന്ന അവസ്ഥയിലായിരിക്കാം, പക്ഷേ ഭയപ്പെടേണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ച് യേശുവായി ഈ ലോകത്ത് ജനിച്ചത്. എന്തിന്? രക്ഷിക്കാനായി. പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, ഒരു ഞെരുക്കത്തിൽ നിന്നും, ഉപദ്രവത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച് സന്തോഷത്തെ തരാനായി അവൻ മനുഷ്യനായി പിറന്നു. ഈ രക്ഷയുടെ സന്തോഷത്തെ നമുക്ക് തരാനായി കുരിശിൽ മരിക്കാനായി സ്വയം സമർപ്പിച്ചു. യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ എന്തുമാത്രം കഷ്ടങ്ങൾ അനുഭവിച്ച് കുരിശിൽ തൂങ്ങി മരിക്കണമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇതൊരു മഹാശ്ചര്യമല്ലേ? അപ്പോൾ മരിക്കാനായിട്ടാണ് യേശു ജനിച്ചത്. ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ്, യേശു ജനിക്കുന്നതിനും 600 വർഷങ്ങൾക്ക് മുൻപ് തന്നെ യെശയ്യാ പ്രവാചകൻ മുഖാന്തിരം യേശു എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് രക്തം ചിന്തി മരിക്കും, ജീവനോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ മരിച്ചുയർത്തെഴുന്നേൽക്കാനാണ് യേശു അവതരിച്ചത്. എന്തുകൊണ്ട് യേശു മരിക്കണം? നമുക്ക് വേണ്ടി. നമ്മുടെ പാപത്തെ ചുമന്ന് തീർക്കാൻ, ശാപത്തെ ചുമന്ന് തീർക്കാൻ, നമ്മുടെ ദോഷങ്ങളെ മാറ്റാൻ, മനുഷ്യരുടെ ജീവിതത്തെ ആശീർവദിക്കാൻ, നമ്മുടെ പാപശാപ രോഗങ്ങളെ എല്ലാം കുരിശിൽ ചുമന്ന് തീർക്കാനായിട്ടാണ് ഒരു ശിശുവായി പിറന്ന് നമ്മെപ്പോലെ ഒരു മനുഷ്യനായി വളർന്ന് വിശുദ്ധ ജീവിതം നയിച്ച് കുരിശിൽ തന്റെ വിശുദ്ധമായ രക്തം ചിന്തിയത്. എത്ര സന്തോഷകരമായ വാർത്തയാണല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അതിനാൽ വ്യാകുലപ്പെടരുത്, ഭയപ്പെടരുത്. യേശുവേ, എനിക്ക് വേണ്ടി അങ്ങ് മനുഷ്യനായി പിറന്നുവല്ലോ, എന്നെ രക്ഷിക്കാനായി. എങ്കിൽ എനിക്കും ആ രക്ഷ നൽകണമേ, ഇതിൽ നിന്നൊരു വിമോചനം തരയണമേ, എനിക്കൊരു അത്ഭുതം ചെയ്യണമേ എന്ന് ചോദിക്കൂ. ഇന്ന് നിങ്ങളുടെ ദുഃഖങ്ങളും വ്യാകുലതകളും മാറി സന്തോഷമുണ്ടാക്കുന്ന ഒരു അത്ഭുതത്തെ യേശു ചെയ്യും. പ്രാർത്ഥിക്കാമോ? എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവയ്ക്കൂ. യേശുവേ, ഈ ലോകത്തിൽ അവതരിച്ച അങ്ങ് എന്റെ ഉള്ളിലും പിറക്കണമേ, എന്റെ ഉള്ളിൽ അങ്ങ് വരേണമേ, എന്റെ ഉള്ളിൽ അങ്ങ് വരേണമേ എന്ന് പറയുമോ? പിതാവേ, ഈ നല്ല മകനും മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ,
ഇവരുടെ ദുഃഖം മാറ്റി സന്തോഷിപ്പിക്കുവാനല്ലേ അങ്ങ് മനുഷ്യനായി ഈ ലോകത്തിൽ പിറന്നത്? കുരിശിൽ മരിച്ച് രക്തം ചിന്തി ഉയിർത്തെഴുന്നേറ്റു. ഇപ്പോൾ എന്തോ ഒരു വേദന, എന്തോ ഒരു ഭാരം, എന്തോ ഒരു ദുഃഖം, എന്തോ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷയുണ്ടാകണമെന്ന് കാത്തിരിക്കുന്നു പിതാവേ. ഇന്ന് ഇവരെ തൊടയണമേ. ഇന്ന് ആ രക്ഷയുടെ സന്തോഷത്തെ കൊടുക്കണമേ. ഇന്നൊരു വിമോചനം കൊടുക്കണമേ. ഈ നിമിഷം അവരുടെ ഉള്ളിൽ നിന്ന് ജീവിതത്തിൽ ഒരു മാറ്റം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകുമാറാകട്ടെ. സന്തോഷത്താൽ അവരെ നിറച്ചുകൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ